ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാൾ കൂടിയിട്ട്, അതായത് ഖത്തറിൽ നിന്ന് നമ്മൾ നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷമുള്ള ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ആദ്യം തന്നെ സോനുവിനെ മദ്രസയിൽ വിടണം. അപ്പോൾ അവൻ എണീറ്റിട്ട് ഫ്രഷ് ആവാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അവനക്ക് ചായ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഞാൻ ഖത്തറിൽ നിന്ന് ഐക്യ ഷോപ്പിംഗ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ഐക്യയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആ ഫ്ലവേഴ്സാണ് കേട്ടോ. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാനിതാ ഈ ഒരു വേസ് ഇവിടെ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതായിരുന്നു, അതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു കുഞ്ഞു ഫ്ലവേഴ്സ് ഞാൻ ഖത്തറിൽ നിന്ന് വെണ്ടമാളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഈ ഒരു സെറ്റിന് 5 റിയാലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വേസ് ഇവിടെ ഉള്ളത് തന്നെയാണ് കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വേസിൽ ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അങ്ങനെ ഇതാ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ചായ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സോണിറ്റ് അത് കുടിക്കാൻ വലിയൊരു ഇൻട്രസ്റ്റ് കാണിക്കൂല. എന്നാൽ കോഫി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതാ ഞാൻ അവനക്ക് വേണ്ടിയിട്ട് കോഫിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ വൈറ്റ് ഫ്ലവേഴ്സ് ആ ഫ്ലവർ പോട്ടിൽ ഈ ഒരു ടീ ഏരിയയിൽ സെറ്റ് ചെയ്തപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇഷ്ടമായോ എന്നുള്ളത്. അങ്ങനെ സോനു മദ്രസയിൽ പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ അനുക്കുട്ടിക്കും നൈഷുവിനും മദ്രസ അല്ല കേട്ടോ, അവരുടെ മദ്രസക്ക് റേഞ്ചാണ്. അനും നൈഷും ഒരു മദ്രസയിലും സോനു വേറെ മദ്രസയിലാട്ടോ പഠിക്കുന്നത്. അങ്ങനെ സോനുവിനെ മദ്രസയിൽ വിട്ടതിന് ശേഷം പിന്നെ ഞാൻ നേരെ കിച്ചണിൽ കയറിയിട്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാനുണ്ട്. ഇന്നിപ്പോൾ അവർക്ക് സ്കൂളുള്ളതുകൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ചോറിനുള്ള വെള്ളം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കിച്ചണിൽ ഈ ഒരു കോർണറിലായിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 3 പീസ് വുഡിൻ്റെ കട്ടിംഗ് ബോർഡ് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു സ്പൂണും ഫോർക്കും നൈഫൊക്കെ ഇട്ട് വെക്കുന്ന ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, ഇതും ഐക്കിയിൽ നിന്ന് എടുത്തിട്ടുള്ളതായിരുന്നു. അതിലും ഞാനിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള സ്പൂണും ഫോർക്കും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാ പല കളേഴ്സിലും വരുന്ന ഈ ഒരു കപ്പ് ഉണ്ടല്ലോ, അതും ഞാൻ ഐക്കിയിൽ നിന്ന് എടുത്തിട്ടുള്ളത് തന്നെയായിരുന്നു കേട്ടോ. അതിന് വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. അതേ സെയിം കളർ പാറ്റേണിൽ വരുന്ന ഈ ഒരു സ്നാക്സൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള 6 പ്ലേറ്റ്സും പിന്നെ അതേപോലെ തന്നെ സെയിം കളർ പാറ്റേണിൽ വരുന്ന സ്പൂണും ഫോർക്കും നൈഫും ഉണ്ട് കേട്ടോ. അതൊക്കെ അനുവിനും നൈഷുവിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് അന്ന് അങ്ങനെ ഐക്കിയിൽ നിന്ന് എടുത്തിട്ടുള്ളതായിരുന്നു. രാവിലെ തന്നെ വെറും വയറ്റിൽ മധുരമൊക്കെ ഇട്ടിട്ടുള്ള ചായ കുടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇക്കാക്ക് ഒരു ഗ്ലാസ് കോഫി ആയിട്ട് പോയതാണ് കേട്ടോ. പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തന്നെ അതിൽ പകുതി കുടിക്കും എന്നുള്ളതാണ്. എത്ര കുടിക്കണ്ടെന്ന് വിചാരിച്ചാലും രാവിലെ ചായ കണ്ടാലൊരു കുടിക്കാനൊരാഗ്രഹമാണ് അല്ലേ. തലേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊന്നും സെറ്റാക്കി വെക്കാത്തതുകൊണ്ട് രാവിലെ തന്നെ ഇനിയിപ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇക്ക ഉപ്മാവ് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. കാരണം തലേ ദിവസത്തെ സാമ്പാർ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറും ഉപ്മാവും നല്ല കോമ്പിനേഷനാണെന്ന് പറഞ്ഞപ്പോൾ ആശ്വാസമായിട്ടോ, കാരണം ഉപ്മ വേഗം ഉണ്ടല്ലോ ആക്കാൻ വേണ്ടിയിട്ട്. ചോറിനുള്ള അരി തിളച്ചിട്ടുണ്ട്. ഞാനതെടുത്ത് റൈസ് പോട്ടിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ തലേ ദിവസം രാത്രിയിൽ അരി തിളപ്പിച്ച് റൈസ് പോട്ടിൽ ഇറക്കി വെക്കാറില്ല കേട്ടോ. കാരണം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് മട്ടരിയാണ്, അത് വലിയ വേവില്ല. ആദ്യം ഞാൻ ജയാരി കേട്ടോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, അത് ഭയങ്കര വേവായതുകൊണ്ട് തലേ ദിവസം രാത്രിയിൽ തന്നെ തിളപ്പിച്ച് റൈസ് പോട്ടിൽ ഇറക്കി വെച്ചാലേ ഉള്ളൂ പിറ്റേ ദിവസം രാവിലെ തന്നെ ചോറ് റെഡിയായി കിട്ടുള്ളൂ. അങ്ങനെ ദാ ഉപ്മാ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ആ ഒരു റവ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. റവ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഉപ്മ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പുട്ട് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മ കിട്ടും കേട്ടോ. അങ്ങനെ റവ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഉപ്മ റെഡിയാക്കുക. അപ്പോൾ ദാ ചട്ടിയിലോട്ട് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് കടുക് ഇട്ട് പൊട്ടിക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ക്യാരറ്റ്, സവാള, പച്ചമുളക്, ഇഞ്ചി എന്നിവയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഇത് എല്ലാം കൂടിയിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉപ്മ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഉഴുന്ന് കടിക്കുന്നത് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കടുക് പൊട്ടിക്കുന്ന ടൈമിൽ കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനത് മറന്നു പോയതായിരുന്നു. എനിക്കിഷ്ടം കേട്ടോ ആ ഒരു ഉപ്മ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്ന് ഇങ്ങനെ കടിക്കാൻ. അങ്ങനെ ദാ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം തന്നെ എണ്ണയിൽ നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള റവ ഇതിലോട്ട് ചേർത്തിട്ട് ആ ഒരു എണ്ണയിൽ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ റവ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇത് മൂടി വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഈ റവയൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിൽ ഉപ്പ് കുറവായത് കാരണം ഞാൻ ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തവി വെച്ചിട്ട് ഇതുപോലെ ഉടച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാ റെഡിയാക്കി കിട്ടും കേട്ടോ. നമ്മൾ എത്രത്തോളം ഉടച്ചെടുക്കണോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഉപ്മാ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ആദ്യം തന്നെ മക്കളുടെ വെള്ളക്കുപ്പിയൊക്കെ ഒന്ന് ഫില്ലാക്കി വെക്കണം. അപ്പം ഞാൻ രാവിലെ സോനുവിന് ആ ഒരു ചായ ഉണ്ടാക്കി കഴിഞ്ഞ പാടെ തന്നെ ഒരു കെറ്റിൽ വെള്ളം തിളപ്പിച്ച് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം സാമ്പാർ റെഡിയാക്കി വെച്ചതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാവിലെ തന്നെ ജോലിഭാരം വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഉപ്മാവിൻ്റെ കൂടെ ആണെങ്കിലും മക്കൾക്ക് ചോറിക്കും സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കൊടുത്തു വിടാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഓരോ ദിവസത്തേക്കും ആവശ്യമായിട്ടുള്ള ചിക്കനും ബീഫും ഫിഷൊക്കെ ഫ്രീസറിൽ സൂക്ഷിക്കാനും വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു ബോക്സ്. ഇത് ഞാൻ ഖത്തറിൽ നിന്ന് ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. ഇത് നമ്മൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു ബോക്സിൽ ഇട്ടിട്ട് തരൂലേ, അതായത് ഇപ്പോൾ നട്ട്സും കേക്ക് അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ ആ കിട്ടുന്ന ബോക്സാണ് കേട്ടോ. പക്ഷേ ഞാനതൊരു സെറ്റ് എടുത്തിട്ടുള്ളതായിരുന്നു. കാരണം നമ്മളിപ്പോൾ ചിക്കനും ബീഫൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ ഒക്കെ കൂടെ ഉപയോഗിക്കുന്നുണ്ടാവില്ല, കുറേശ്ശെ ആയിട്ട് മതിയാവില്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ബോക്സിലാക്കിയിട്ട് ഓരോ ദിവസത്തേക്കും ആവശ്യമായിട്ടുള്ളത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ അല്ലേ. ആ ഒരു ബോക്സ് മാത്രം എടുത്തിട്ട് തണുപ്പ് കളഞ്ഞാൽ മാത്രം മതിയാവും. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിട്ടോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ്. ഇനിയിപ്പോൾ മക്കൾക്ക് സ്കൂളിലേക്ക് ചോറിൻ്റെ കൂടെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടുള്ള മുട്ടയൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ സാമ്പാറും മുട്ട പൊരിച്ചതാണ് കേട്ടോ ഇന്നിപ്പോൾ ലഞ്ചിന് ഞാൻ കൊടുത്തു വിടണത്. ഈ 2 ലഞ്ച് ബോക്സ് ആണ് കേട്ടോ ഇപ്പം ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. സോനുവിന് പിന്നെ പഴയ ലഞ്ച് ബോക്സ് മതി എന്ന് പറഞ്ഞിട്ട് അവന് പുതിയത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു സ്നാക്സ് ബോക്സും പുതിയത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അനുക്കുട്ടിക്കും നൈഷുവിനൊക്കെ പുതിയത് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ പിന്നെ അത് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തല്ലേ പിന്നെ എന്തിനാ പുതിയത് വാങ്ങിച്ചെന്നുള്ളത്. പക്ഷേ ചെറിയ കുട്ടികളല്ലേ, അവർക്ക് അവരുടെ ഫ്രണ്ട്സൊക്കെ പുതിയത് വന്നുമ്പോൾ പിന്നെ അവർക്കതൊരു വിഷമാവൂലേ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ എടുത്തു. പിന്നെ സോനുട്ടി വലിയ കുട്ടി ആയതുകൊണ്ട് ഓന് പിന്നെ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. വെറുതെ ആവശ്യമില്ലാതെ എന്തിനാ കുറേ വാങ്ങിക്കണേന്ന് പറഞ്ഞിട്ട് അവന് കഴിഞ്ഞ പ്രാവശ്യം നൈഷക്കുട്ടി യൂസ് ചെയ്തിട്ടുള്ള ലഞ്ച് ബോക്സാണ് അവനിപ്പോൾ ഉപയോഗിക്കണത്. ഈ ഒരു ടൈപ്പ് ലഞ്ച് ബോക്സ് ഒക്കെ അവർ എത്രത്തോളം ഉപയോഗിക്കുന്നൊന്നും അറിയില്ല കേട്ടോ. ഈ ഒരു സൈഡിൽ ക്ലിപ്പ് വരുന്ന ലഞ്ച് ബോക്സ് ഒക്കെ ചിലത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാറുണ്ട്. പക്ഷേ ഇത് കുറച്ചൊക്കെ ക്വാളിറ്റി ഉള്ളതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അനുവിനും നൈഷുനും ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അവർക്ക് അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതേനു. കഴിഞ്ഞ പ്രാവശ്യം ഇവർക്ക് 3 പേർക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലഞ്ച് ബോക്സ് ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല മെറ്റീരിയലാണ്. ഇപ്പോഴതിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. മിക്കവാറും ഇതിൻ്റെ കാര്യത്തിൽ വേഗം തീരുമാനമാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അതിലേക്ക് തന്നെ മടങ്ങേണ്ടി വരും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്റ്റീലിൻ്റെ ചുറ്റുപാത്രങ്ങളില്ലേ, അതാണ് കേട്ടോ. നമ്മൾ കുട്ടിക്കാലത്ത് ഉപയോഗിച്ചുകൊണ്ടാണോ എന്താ അറിയില്ല, എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇപ്പോഴത്തെ മക്കൾക്ക് അതൊന്നും അങ്ങോട്ട് കണ്ണിക്ക് പിടിക്കുക തന്നെ ചെയ്യൂല. അങ്ങനെ എന്താണെങ്കിലും അവരുടെ ലഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. അതിനിടക്ക് ഇക്കയുടെ സോനറ്റിൻ്റെ യൂണിഫോം ഒക്കെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സാധാരണ സോനു മദ്രസ വിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ യൂണിഫോം അയൺ ചെയ്തതിന് ശേഷമാണ് കേട്ടോ കുളിക്കാൻ വേണ്ടി നിൽക്കാറ്. ഇന്നിപ്പോൾ ഉപ്പച്ചി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവന് കുളിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ചായയും കൂടെ റെഡിയാക്കാനുണ്ട്. അതിനിടയ്ക്ക് നൈഷുകുട്ടിനെ കുളിപ്പിച്ചിട്ട് യൂണിഫോം ഒക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അവളിപ്പോൾ എന്താണ് ഇപ്പോൾ ഇന്ന് സ്നാക്സ് ബോക്സിൽ ഇട്ടിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യാൻ വന്നതാണ് കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ തന്നെ അനുക്കുട്ടിക്കും നൈഷുവിനൊന്നും മദ്രസ ഇല്ലാത്തതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവർ സാവകാശം എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി. പക്ഷെ മദ്രസ ഉള്ള ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കാരണം ഇപ്പോൾ നൈഷുക്കുട്ടിനും കൂടെ ആക്കിയതുകൊണ്ട് രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് യൂണിഫോമൊക്കെ ചേഞ്ച് ആക്കി മുടിയൊക്കെ കെട്ടിയിട്ട് പിന്നെ പർദ്ദയൊക്കെ ഇട്ടിട്ട് വേണം പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്. കാരണം മദ്രസ വിട്ട് വന്നു കഴിഞ്ഞാൽ 2 പേർക്കും കൂടെ കുറച്ച് സമയമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ ഫുഡ് കഴിക്കാനുള്ള ഒരു ടൈമേ കിട്ടുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ എങ്ങാനും ബാത്റൂമിലേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഒരു ടൈമും കൂടെ കാണണമല്ലോ. അപ്പോൾ രാവിലെ നേരത്തെ ഇനിയിപ്പോൾ കുളിപ്പിച്ചിട്ടൊക്കെ വന്നിട്ടോ വിടാൻ. നൈഷുകുട്ടി പിന്നെ പതിവ് തെറ്റിക്കാണ്ടോടെ ലഞ്ച് ബോക്സും വെള്ളക്കുപ്പിയൊക്കെ ബാഗിലെടുത്ത് വെക്കുന്നുണ്ട്. ഇപ്രാവശ്യം അനുവിൻ്റെയും സോനുവിൻ്റെയൊക്കെ യൂണിഫോം ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കളറിലും പാറ്റേണിലൊക്കെയാണ് അവരുടെ യൂണിഫോം ഉള്ളത്. ഇനിയിപ്പോൾ ഉപ്പച്ചിക്കും മക്കൾക്കൊക്കെ ഒന്ന് ചായ കൊടുക്കട്ടെ. കഴിഞ്ഞ വ്ളോഗ് ഞാൻ ഷെയർ ചെയ്തപ്പോൾ അതിൽ ഒരുപാട് പേരുടെ ഒരു ഡൗട്ടായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത്. ഞാൻ പ്രഗ്നൻ്റ് ഒന്നും അല്ല കേട്ടോ. ഒരു പക്ഷേ ആ ഒരു ഡ്രസ്സ് ഇട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. പിന്നെ എൻ്റെ പ്രസവം നിർത്തിയതാണ് കേട്ടോ ഓൾറെഡി. കാരണം 3 സിസേറിയൻ ആയതുകൊണ്ട് പിന്നെ ആ പ്രസവമൊക്കെ നിർത്തിയിട്ടുള്ളതാണ്.
ഇക്ക പറഞ്ഞത് ശരി തന്നെയാണ് കേട്ടോ. ഉപ്മാവിൻ്റെ കൂടെ സാമ്പാർ നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ തന്നെയാണ്. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത്. കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നൈഷുക്കുട്ടിൻ്റെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ അവൾ തന്നെ എടുത്തു വെച്ചു എന്നുണ്ടെങ്കിലും അനുവിൻ്റെയും സോനുവിൻ്റെയും ഒക്കെ ഇനിയിപ്പോൾ ഞാൻ തന്നെ എടുത്ത് ബാഗിൽ ഇടണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരത് അവിടെ ഇട്ട് പോവും. സ്കൂളിൽ പോകാൻ നേരത്ത് മുടി വരാൻ പറഞ്ഞാൽ സോനുട്ടി കേൾക്കേ ചെയ്യൂല കേട്ടോ. ഓനത് ജസ്റ്റ് കൈകൊണ്ട് മുകളിലേക്ക് ഇങ്ങോട്ട് ഒതുക്കി വെക്കും. അപ്പോൾ അത് ഹിക്ക ഓൻ്റെ മുടി വാർന്നു കൊടുക്കണം കേട്ടോ. പണ്ടത്തെ ആ ഉമ്മാരിങ്ങനെ സൈഡിലേക്ക് ചെയ്യി കൊടുക്കൂല, ആ ഒരു രീതിയിൽ ഓനക്ക് അതൊക്കെ കണ്ടിട്ട് ആകെ കൂടെ കലി കയറുന്നുണ്ട്. ഓനാണെങ്കിലോ മുടിയൊക്കെ വളർത്തണവും അതേപോലെ മുടി ഇങ്ങനെ പൊക്കി വെക്കണത് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയൊക്കെയല്ലേ, മുടിയൊക്കെ ഓരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ലേ വെട്ടാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ രാവിലത്തെ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഇതാ മക്കൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ബസ് വരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പച്ചി നാട്ടിലുണ്ടാകുമ്പോൾ ഉപ്പച്ചി ബസ്സിൻ്റെ അടുത്ത് ആക്കി കൊടുക്കാനാണ് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ മക്കൾ പോയതിന് ശേഷം പിന്നെ അതാ ഞാൻ വേഗം തന്നെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടി നിന്നു. ഇനിയിപ്പോൾ ഈ മുറ്റടിക്കലും ഈ സിറ്റ് ഔട്ട് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടേ അകത്ത് കയറണുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ. സാധാരണ ഞാൻ ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കൽ. ഖത്തറിൽ പോയിട്ട് ഞാനങ്ങനെ വെയിറ്റ് ഒന്നും കൂടിയിട്ടില്ല കേട്ടോ. ഞാനിവിടുന്ന് പോണ ടൈമിൽ വെയിറ്റ് നോക്കിയപ്പോൾ 58.6 ഇരുന്നു എൻ്റെ വെയിറ്റ്. പിന്നെ തിരിച്ച് വരുന്ന ടൈമിൽ വെയിറ്റ് നോക്കുമ്പോൾ 58.3 കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിന് അടക്ക് വെച്ചിട്ട് ഒന്ന് വെയിറ്റൊക്കെ കൂടി 60ൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു പോരാനൊക്കെ ആ ഒരു ടൈമിൽ പിന്നെ പർച്ചേസിങ്ങും പുറത്തു പോക്കും ഒക്കെ കൂടായിട്ട് മൊത്തം കറക്കം തന്നെ ആയിരുന്നില്ലേ. നമ്മൾ അവിടെ പുറത്ത് മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൽ കുറേ നടക്കാനല്ലേ ഉള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം വെയിറ്റ് ഒന്ന് കുറഞ്ഞു. അങ്ങനെ പോരാനായപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെയിറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഖത്തറിൽ പോയിൻ്റെ പിറ്റേ ദിവസം അനുക്കുട്ടിക്കും നൈഷുവിനും വന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് കേട്ടോ. ഇതൊന്ന് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഇത് ലിറ്റിൽ ബോ ഇൻസ്റ്റാ പേജിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള കുട്ടികളുടെ കുറച്ച് ഹെയർ ആക്സസറീസിൻ്റെ കളക്ഷൻസ് ആണ്. ഈ ഒരു വീഡിയോ ഞാൻ വേറൊരു ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അന്ന് അനുക്കുട്ടിയും സോനൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. നൈഷുക്കുട്ടിക്ക് പനിയായിട്ട് അവൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്ന ടൈമിൽ നൈഷുക്കുട്ടി മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഒത്തിരി നല്ല ക്യൂട്ട് കളക്ഷൻസ് ആണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുട്ടികളുടെ ഹെയർ ആക്സസറീസും അറിയാമല്ലോ, ഹെയർ ബാൻഡും അതേപോലെ ഹെയർ ക്ലിപ്പും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ വരാൻ പോവല്ലേ. അപ്പോൾ ചെറിയ മക്കളൊക്കെ ഉള്ള ഉമ്മമാർക്കറിയാം ഇത് എത്രത്തോളം അവർക്ക് പ്രാധാന്യമുള്ളതാണെന്ന്. ഓരോ ഡ്രസ്സിനും മാച്ച് ആയിട്ടുള്ള ഹെയർ ബാൻഡും ഹെയർ ക്ലിപ്പും ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരിക്കും അല്ലേ. നമുക്കങ്ങനെ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അത്ര നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. സാധാരണ ഞാനിവിടെ ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ആ ഒരു പൊട്ടുന്ന ടൈപ്പ് ഹെയർ ബാൻഡ് ആട്ടോ കൂടുതലായിട്ട് കണ്ടുവരാറ്. അതാണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ 1-2 വട്ടം യൂസ് ആക്കുമ്പോഴേക്കും അത് പയറ് പൊട്ടിക്കണ പോലെ പൊട്ടിച്ച് കളയുകയും ചെയ്യും. എപ്പോഴും ഞാൻ ഇതുപോലെ കുറച്ച് നല്ല സിമ്പിളായിട്ടുള്ള നല്ല യുണീക്ക് കളക്ഷൻസ് തപ്പി നോക്കാറുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ ഷോപ്പിലും ഒന്നും അത് അവൈലബിൾ ആയിട്ട് ഉണ്ടാവാറില്ല. പിന്നെ ഷോപ്പുകളിലും തന്നെ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ വരാറുമുണ്ട്. ഈ ഒരു ഐറ്റംസിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് എല്ലാം നല്ല യുണീക്ക് കളക്ഷൻസ് ആണ്. ഇനിയിപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളതാണെങ്കിൽ പോലും നല്ല എലഗൻറ്റ് ലുക്ക് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് കേട്ടോ. എല്ലാം നല്ല ആ ഒരു ഇരുമ്പിൻ്റെ കമ്പിയിൽ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവേ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ പെരുന്നാളായതുകൊണ്ട് മാത്രമൊന്നുമല്ല കേട്ടോ. ചെറിയ മക്കൾ സ്കൂളിൽ പോണ അമ്മമാർക്കറിയാം ഇതിൻ്റെ ആ ഒരു ആവശ്യകത എത്രത്തോളം എന്നുള്ളത്. കുറച്ച് നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കുറേ കാലം നമുക്കിത് മക്കൾക്ക് യൂസ് ആക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ ഹെയർ ബാൻഡും ക്ലിപ്പും ഒരേ പാറ്റേണിൽ വരുന്ന അതുപോലത്തെ സെറ്റും അങ്ങനെയുണ്ട് കേട്ടോ. ഇതെല്ലാം അവർ സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്യണ പ്രൊഡക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നൈഷുക്കുട്ടിക്ക് എല്ലാ ഐറ്റംസും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഓൾക്കത് കയ്യിൽ കിട്ടിയപ്പോൾ പിന്നെ ഞങ്ങളൊന്നും വല്ലാണ്ടതിൽ തൊടാനൊന്നും സമ്മതിക്കണില്ല. ഓളെന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഓരോന്നും എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു കേട്ടോ, ഇനിയിപ്പോൾ അതിൽ നിന്ന് ഈ അണക്ക് വേണ്ടതും അനുവിന് വേണ്ടതും ഒന്ന് മാറ്റിക്കാന്ന് പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും ഓൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ഐറ്റംസ് ഇങ്ങനെ എടുത്ത് മാറ്റുമ്പോൾ ഓൾക്ക് അതിൽ നിന്ന് ഒന്നും ഒഴിവാക്കാൻ തോന്നണില്ല കേട്ടോ. ഒക്കെ ഓൾക്ക് തന്നെ വേണമെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പാവല്ല നമ്മൾ അനുക്കുട്ടിക്കും വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പാവം വിചാരിച്ചിട്ട് അതിൽ നിന്ന് 1-2 അനുവിനും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെയുള്ള നല്ല ക്യൂട്ട് ഹെയർ ആക്സസറീസ് കളക്ഷൻസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റഗ്രാം ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇനി നേരെ വീഡിയോയിലോട്ട് തന്നെ തിരിച്ചു വരാം. അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ലഞ്ചിലേക്ക് സാമ്പാർ ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ. പിന്നെ കുറച്ച് മീൻ പൊരിച്ചതും ഉപ്പേരിയും പപ്പടം പൊരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
വൈകിട്ട് ഇക്കാൻ്റെ അനിയന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ കാറിൽ കുറച്ച് പണികൾ ബാക്കിയുണ്ട് കേട്ടോ. അവർക്ക് ഇക്ക ഖത്തറിൽ നിന്ന് വന്ന സമയത്ത് അവിടുന്ന് കാറിൽ വെക്കാൻ വേണ്ടിയിട്ട് വൈപ്പറും പുതിയൊരു ഹോണും സ്ക്രീനും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ രണ്ടുപേരും കൂടെ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഈച്ചൻ്റെ ശല്യവും അതുപോലെ പുറത്ത് കൊതുകിൻ്റെ ശല്യവും ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ കൊതുകിനെ പുകച്ച് പുറത്തടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പുകച്ച് നടക്കുന്നുണ്ട് കേട്ടോ ആള്. ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും മെഹന്തിയൊക്കെ ആവശ്യമായിരിക്കും അല്ലേ. ഇത് എൻ്റെ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് അവൾ ഹോം മെയ്ഡായിട്ട് ചെയ്യണ ഹെന്നയാണ്. അതായത് ഹെന്നാക്കോണും നെയിൽക്കോണും ബ്ലാക്ക് ഹെന്നയും സ്റ്റെൻസിൽസും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ മെഹന്തി ഒന്നും ഇടാൻ അറിയാത്തവർക്ക് ഈ ഒരു സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് അടിപൊളി ഡിസൈനിലൊക്കെ മെഹന്തി ഇടാം. 100% നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് പ്രൊഡക്റ്റ് ആണ് മായാസ് ഹെന്ന. യാതൊരുവിധ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ആഡ് ചെയ്യണില്ല. ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വിശ്വസിച്ച് ഉപയോഗിക്കാം. ഇതിനു മുന്നേ ഞാൻ പല വീഡിയോസിലും ഈ മായാസ് ഓർഗാനിക് ഹെന്ന നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പലരും അത് വാങ്ങിക്കുകയോ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ അവളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അനുക്കുട്ടിയും സോനൊക്കെ ഉറങ്ങാൻ കിടന്നിട്ടുണ്ട്. നൈഷുക്കുട്ടി ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഓള് കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ഞാനും ഒക്കെ മക്കളുടെ ബുക്കൊക്കെ പൊതിയാൻ വേണ്ടി ഇരുന്നതേനു. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷമുള്ള ഒരു ഡേയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്